ഗസയിൽ 5 മാധ്യമപ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്ത് ഇസ്രായേൽ. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം. ആക്രമണത്തെ അപലപിച്ച് നിരവധി രാജ്യങ്ങൾ. അംഗീകരിക്കാൻ കഴിയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഭവം അന്വേഷിക്കുമെന്ന് ഇസ്രായേൽ സൈന്യവും. അതിനിടെ ഗസ വെടിനിർത്തൽ കരാർ സ്വീകരിക്കണമെന്ന് ഇസ്രായേൽ സേനാ മേധാവി ഇയാൽ സമീർ നെതന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗസയിൽ ഇന്ന് 61 പേർ കൊല്ലപ്പെട്ടു. ഭക്ഷണം തേടി വന്ന 20 പേരും ഇവരിൽ ഉൾപ്പെടും. MCA നാസ ചേരുന്നു. MCA, 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ മാത്രമാവുന്നതേയുള്ളൂ. അപ്പോഴാണ് മറ്റൊരു ആക്രമണം. വീണ്ടും 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന സ്ഥിതിയാണ്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ആക്രമണം ഇസ്രായേൽ തുടരുന്നുണ്ട്. ഇന്ന് എത്ര പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. ഗസയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഖാൻ യൂനിസിലെ അൽനാസർ ആശുപത്രിയിലാണ് ഇസ്രായേൽ വീണ്ടും ബോംബിട്ടത്. നേരത്തെയും ഈ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ പലതവണ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് വളരെ ബോധപൂർവം തന്നെ അവിടെ മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഹത്യ തന്നെയാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. ഇതോടുകൂടി 5 മാധ്യമപ്രവർത്തകരുടെ മരണത്തോടുകൂടി ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 246 ഉയർന്നിരിക്കുകയാണ്. ബോംബ് വീണ അൽനാസർ ആശുപത്രിയുടെ ആ ഒരു പശ്ചാത്തലം പകർത്തിക്കൊണ്ടിരുന്ന മാധ്യമ സംഘത്തിന് നേരെയാണ് രണ്ടാമതും ബോംബിട്ടുകൊണ്ട് ആ മാധ്യമപ്രവർത്തകരെ ഒരുമിച്ച് തന്നെ വധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത്. അതോടൊപ്പം തന്നെ റോയിട്ടേഴ്സിന്റെ ഉസാമൽ മസിരി ആയിരുന്നു ലൈവായിട്ട് അവിടെ നിന്ന് ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിനെയും ഉൾപ്പെടെയാണ് അൽ ജസീറയുടെ മുഹമ്മദ് സലാമ, AP-യുടെ വനിതാ മാധ്യമ പ്രവർത്തക മറിയം അബൂദക്ക, NBC-യുടെ മുഹിസ് അബൂത്ത എന്നിവരും ആക്രമണത്തിൽ തൽക്ഷണം കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള അതോടൊപ്പം തന്നെ അന്തർദേശീയ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ചിലരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 21 പേരാണ് ഈ ഒരൊറ്റ ആക്രമണത്തിൽ മാത്രം അൽനാസർ ആശുപത്രിക്ക് മുമ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 61 പേരെ ഇതുൾപ്പെടെ ഈ 20 പേരുൾപ്പെടെ 61 പേരാണ് ഇന്ന് ഗസയിൽ കൊല്ലപ്പെട്ടത്. അതിൽ 20 പേരും ഭക്ഷണത്തിന് വേണ്ടി വരി നിന്ന സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ് എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ധന്യ. മറ്റൊന്ന്, സൈന്യം നെതന്യാഹു സർക്കാരിനോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോകരാജ്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരുടെ മരണത്തിൽ ഉൾപ്പെടെയുള്ള അനുശോചനവും ഒപ്പം തന്നെ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള നടുക്കത്തോടു കൂടി തന്നെയാണ് ലോകം ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത്. കാരണം നമുക്ക് അറിയാൻ സാധിക്കും, നേരത്തെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അൽ ജസീറയുടെ ഇതുൾപ്പെടെ 5 മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത്. അതിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പ് തന്നെയാണ് വീണ്ടും മാധ്യമ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും വധിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിൽ ഇസ്രായേൽ സേന ഏർപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഇന്നത്തെ സംഭവത്തെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുമെന്ന ഒരു പ്രതികരണം നടത്തുന്നു എന്നതിലപ്പുറത്ത്, കാരണം ഇതിനപ്പുറം ഒരു നിയമ നടപടിയും അന്തർദേശീയ തലത്തിൽ തങ്ങൾക്കെതിരെ ഉണ്ടാകില്ല എന്നൊരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇത്രയും ക്രൂരമായിട്ടുള്ള നരഹത്യയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ, ഇപ്പം ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ഒരു സംഭവത്തെ താൻ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ല. ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നടുക്കം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന ഒരു സ്വാഭാവിക പ്രതികരണത്തിലേക്ക് അപ്പുറത്തേക്ക് ഇസ്രായേലിനെ ചോദ്യം ചെയ്യാനോ ഇത്തരം നടപടികളിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കാനോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറായിട്ടില്ല. അതേസമയം ഈ സംഭവത്തിലും അതോടൊപ്പം തന്നെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലും അദ്ദേഹം നടുക്കം പ്രകടിപ്പിച്ചു. എന്നതിലപ്പുറത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടി ഈ യുദ്ധം നിർത്താനോ അല്ലെങ്കിൽ നിർത്തിക്കുന്നതിന് വേണ്ടി യുക്രൈൻ റഷ്യ യുദ്ധവും ഒക്കെ നിർത്താൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപ് ഈ ഗസയുടെ കാര്യത്തിൽ കൃത്യമായിട്ടും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള വംശഹത്യയെ പിന്തുണയ്ക്കുന്ന അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും നിരന്തരം വേട്ടയാടുന്ന ആ ഒരു പ്രക്രിയയുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്.